നടക്കുന്ന രീതിയിലല്ല നമുക്ക് നടത്തിക്കൊണ്ട് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കമ്പനി ഇന്റർനാഷണൽ കമ്പനിയാണെന്ന് നമുക്കറിയാം. യാർഡ് ലാബ് ഇന്റർനാഷണൽ എന്നാണ് നമ്മുടെ കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മുടെ കമ്പനിയുടെ പേര്. യാർഡ് ലാബ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2023 നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇപ്പോൾ ഏകദേശം 2 വർഷം കടന്നിരിക്കുകയാണ് നമ്മുടെ കമ്പനി. അപ്പോൾ ഈ കമ്പനി 2 വർഷം എന്ന് പറയുമ്പോൾ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയുടെ വലിയൊരു ദൈർഘ്യമൊന്നുമല്ല, നമുക്കറിയാം. പക്ഷേ 2015 തന്നെ ഇതിന്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ജെനിമൻ ഫാർമക്കോൺ എന്ന് പറയുന്ന കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ഔഷധ സസ്യങ്ങളുടെ മോളിക്യൂൾ, ആക്റ്റീവ് മോളിക്യൂൾസ് സപ്ലൈ ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ് ജെനിമൻ ഫാർമക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. വെസ്റ്റ് ബംഗാളിൽ ആണ് കമ്പനി, കൽക്കട്ടയെ ബേസ് ചെയ്താണ് ഈ കമ്പനി പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മുടെ കമ്പനി ഡയറക്റ്റ് മാർക്കറ്റ് രംഗത്തേക്ക് 2023 കടന്നു വരികയും നമ്മുടെ ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയുന്ന വെൽനസ് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക്, അതായത് ലോകത്തിലെ ജനങ്ങൾക്ക് തന്നെ സപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് നമ്മുടെ യാർഡ് ലാബ്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഇതിന്റെ ലീഗാലിറ്റി നമുക്കറിയാം. ഒരു ഡയറക്റ്റ് മാർക്കറ്റ് രംഗത്തേക്ക് കടന്നു വരുന്ന എല്ലാ വ്യക്തികളും സ്വാഭാവികമായും പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രൊഫൈലാണ് പ്രധാനമായിട്ടും പരിശോധിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ, അതുപോലെ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ, അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ലീഡേഴ്സ്, മാനേജ്മെന്റ്. ഇതെല്ലാം നല്ല രീതിയിലുള്ള ഒരു കമ്പനിയാണ് യാർഡ് ലാബ്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. നമുക്ക് അവകാശപ്പെടാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മിസ്റ്റർ നമ്മുടെ സായിന്ദ്രൻ റോയ് ചൗധരി സാർ, അദ്ദേഹം ഡയറക്ടർ MD സായിന്ദ്രൻ റോയ് ചൗധരി സാർ, അദ്ദേഹം സിപ്ല എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫാർമ കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. നിരവധി വർഷങ്ങളോളം പ്രവർത്തിച്ച വ്യക്തിയാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഡയറക്റ്റ് മാർക്കറ്റിംഗ് രംഗത്ത് നിരവധി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, നിരവധി അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ സായിന്ദ്രൻ ചൗധരി സാർ. അതുപോലെ ഡോക്ടർ സുബീർ സർക്കാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. ഈ ഡയറക്റ്റ് മാർക്കറ്റ് രംഗത്ത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി കൂടിയാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഡോക്ടർ അസീം കെ ദത്ര എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം പോലും നമുക്ക് തികയില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും സവിശേഷമുള്ള ഒരു വ്യക്തിത്വമാണ് അസീം കെ ദത്ര. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് അസീം കെ ദത്ര. അദ്ദേഹം ഉപരിപഠനാർത്ഥം അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയും അവിടെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ച് ഗവേഷണ പ്രവർത്തനം നടത്തി പഠനമെല്ലാം പൂർത്തിയാക്കി നോർവേ എന്ന് പറയുന്ന രാജ്യത്തിൽ ഓസ്ലോ യൂണിവേഴ്സിറ്റിയിൽ സയൻസ് വിഭാഗത്തിൽ ഫാക്കൽറ്റിയായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഒട്ടേറെ ലോകരാജ്യങ്ങളിലെ മെഡിക്കൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തി നിരവധി പ്രബന്ധങ്ങൾ ലോക ജനതയ്ക്ക് തന്നെ, അതായത് സയൻസ് മേഖലയ്ക്ക് തന്നെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ അസീം കെ ദത്ര എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ലീഗാലിറ്റി പരിശോധിക്കുമ്പോൾ ഒരു കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുമ്പോൾ എന്തെല്ലാം ലീഗാലിറ്റികൾ വേണ്ടതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ ലീഗൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കമ്പനിയാണ് യാർഡ് ലാബ്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അത് എടുത്തു പറയേണ്ട ഒരു കമ്പനി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഹലാൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇന്റർനാഷണൽ ഹലാൽ സർട്ടിഫിക്കറ്റ് നമുക്കറിയാം, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അവരുടെ ഭക്ഷ്യ നിയമങ്ങൾ അനുസരിച്ച് മറ്റേ പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇന്റർനാഷണൽ ഹലാൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോഷർ സർട്ടിഫിക്കറ്റ്, അതായത് ജൂത സമുദായത്തിന്റെ ഭക്ഷ്യ സംസ്കാരത്തിനനുസരിച്ചുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ആ സർട്ടിഫിക്കേഷനുള്ള കമ്പനിയാണ് നമ്മുടെ കമ്പനി. അതുപോലെ FDA, ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിരുന്ന അമേരിക്കയിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ GMP ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നേരിട്ട് ചില രാജ്യങ്ങളാണ് കൊടുക്കുക, ചിലപ്പോൾ സംസ്ഥാനങ്ങൾ കൊടുക്കും, ചിലപ്പോൾ അത് രാജ്യങ്ങൾ കൊടുക്കും. പക്ഷെ നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് നമുക്ക് GMP സർട്ടിഫിക്കറ്റ്, GMP സർട്ടിഫിക്കറ്റ്, അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉള്ള FSSAI തുടങ്ങിയ എല്ലാ ലീഗൽ സർട്ടിഫിക്കറ്റ്സും ഉള്ള കമ്പനിയാണ് യാർഡ് ലാബ്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇതിൽ വിശദമായിട്ട് സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒത്തിരി കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഒരു ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ, നമ്മുടെ ലീഗൽ സർട്ടിഫിക്കറ്റ് എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ട്രയൽ കഴിഞ്ഞ പ്രൊഡക്റ്റുകളാണ്. ഹ്യൂമൻ ട്രയൽ കഴിഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 തരത്തിലുള്ള ട്രയലാണ് സാധാരണ പ്രൊഡക്റ്റുകൾ. നമുക്ക് ടെസ്റ്റിമോണിയൽ, അതിനെങ്കിൽ സാക്ഷ്യം പറയാം, അത് ഉപയോഗിച്ച് നമുക്ക് ഗുണം ലഭിച്ചു എന്ന് മറ്റുള്ള ആളുകളോട് പറയുന്ന രീതി. അതുപോലെ ലാബ് ടെസ്റ്റ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ,
ക്ലിനിക്കൽ പ്രൊഡക്റ്റുകൾ. ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റിലെല്ലാം തന്നെ ഹ്യൂമൻ ട്രയൽ കഴിഞ്ഞ പ്രൊഡക്റ്റുകളാണ്. അതായത് മനുഷ്യ ശരീരത്തിൽ പരീക്ഷിച്ച് 100% റിസൾട്ട് ഉറപ്പുവരുത്തിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് യാർഡ് ലാബ്സ് ഇന്റർനാഷണൽ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒട്ടുമിക്ക ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ആളുകളായിരിക്കും നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് റിസൾട്ട് ഏതെങ്കിലും തരത്തിലുള്ള നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാത്ത ഒരു വ്യക്തി പോലും ഇല്ല എന്ന് നമുക്ക് പറയുന്നത്. അത്രയ്ക്കും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് യാർഡ് ലാബ്സിന്റെ പ്രൊഡക്റ്റുകൾ. അതുപോലെ തന്നെ ഇതിന്റെ ഹെവി മെറ്റൽ ടെസ്റ്റ്, അതായത് ഹെവി മെറ്റൽ ടെസ്റ്റ് നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന പ്രൊഡക്റ്റുകളിൽ ഹെവി മെറ്റൽസിന് സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും ഇല്ല എന്ന് ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ലാബായിട്ടുള്ള എക്വിനോക്സിൽ പ്രൂവ് ചെയ്ത് തെളിയിച്ചിട്ടുള്ളതിന്റെ എല്ലാ സർട്ടിഫിക്കേഷൻസും നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക്. അത്തരത്തിൽ എല്ലാ സർട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ഹ്യൂമൻ ട്രയൽ കഴിഞ്ഞ പ്രൊഡക്റ്റുകളും നമ്മുടെ ഇന്ത്യൻ ജനതയുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്പനിയാണ് യാർഡ് ലാബ്സ് ഇന്റർനാഷണൽ. അതുപോലെ തന്നെയാണ് നമുക്ക് നല്ല ബിസിനസ് പ്ലാൻ എന്നുള്ള സൂപ്പർ ബിസിനസ് പ്ലാൻ ആണ്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ച്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത്, സവിശേഷമായ വ്യക്തി എന്ന് പറയുന്നത് അസിം കെ ദത്തറായാണ്. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അസിം കെ ദത്തറായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചീഫ് സയന്റിസ്റ്റ് ആണ്, നമ്മുടെ കമ്പനിയുടെ ചീഫ് സയന്റിസ്റ്റ് ആണ്. അത് മാത്രമല്ല ലോകത്തിലെ നിരവധി സയന്റിസ്റ്റുകൾ നമുക്കറിയാം. ആ സയന്റിസ്റ്റുകളിൽ 2% ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളിൽ 2% ഉൾപ്പെട്ട വ്യക്തി എന്ന് പറയുമ്പോൾ അതിലുൾപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ അസിം കെ ദത്തറായി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കമ്പനി അത്തരം ഒരു കമ്പനിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള സംഗതിയാണ്. ഇപ്പൊ നമുക്കറിയാം സയന്റിസ്റ്റുകൾ നമുക്ക് അറിയപ്പെടുന്ന ഒരാളെന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ്. അദ്ദേഹം പോലും 2% ഉൾപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അസിം കെ ദത്തറായുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല നോബൽ സമ്മാനം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഒരു സമ്മാനമാണ് നോബൽ സമ്മാനം എന്ന് പറയുന്നത്. ആ സമ്മാനം മെഡിക്കൽ രംഗത്ത് കണ്ടുപിടുത്തങ്ങൾക്ക് ആർക്ക് കൊടുക്കുന്നത് തീരുമാനിക്കുന്ന ഒരു ജൂറി പാനൽ അംഗം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് അത്തരം വ്യക്തിത്വം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയ്ക്കും ഉയർന്ന ഒരു വ്യക്തിത്വം. അതുപോലെ നമ്മുടെ ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സ്ഥിരം ക്ഷണിതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഒട്ടേറെ ലോകരാജ്യങ്ങളിലെ ഗവേഷണ മേഖലയുമായി ബന്ധപ്പെട്ട്, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി, ആരോഗ്യ മേഖലയ്ക്ക് ഗുണകരമാകുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തി അതിന്റെ പ്രബന്ധങ്ങൾ സയൻസ് മേഖലയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഒരു വ്യക്തിത്വത്തിന് ഇല്ല എന്ന് പറയാം. ആ വ്യക്തി നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമ്പനി ഡയറക്റ്റ് മാർക്കറ്റ് രംഗത്ത് ഇന്ത്യയിലെ മറ്റുള്ള കമ്പനികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്നത്.